നമസ്കാരം. കേൾക്കാം ഇന്നത്തെ പത്രവാർത്തകൾ സമഗ്രമായി. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 ഏപ്രിൽ 27 ഞായറാഴ്ച. ഞാൻ എം ജയപ്രകാശ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് ബന്ധത്തിന് വിശ്വസനീയ തെളിവ് കിട്ടിയെന്ന് ഇന്ത്യ. ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ്. ചരിത്ര പണ്ഡിതൻ ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകം വിടചൊല്ലി. റോമിലെ സാന്താ മരിയ മജോരെ ബസിലിക്കയിൽ ഇന്നലെയായിരുന്നു സംസ്കാരം. കേൾക്കാം പത്രവാർത്തകൾ സമഗ്രമായി. ആദ്യം മാധ്യമം ദിനപത്രത്തിൻ്റെ 1-ാം പേജിലേക്ക്. ഭീകരവേട്ട എന്ന് പ്രധാന തലക്കെട്ട്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരർക്കെതിരെ നടപടി ശക്തമാക്കി സൈന്യം. ജമ്മുകാശ്മീരിലെ കുപ്വാര ജില്ലയിൽ സുരക്ഷാസേന ഭീകരരുടെ ഒളിത്താവളം തകർത്തു. അവിടെ നിന്ന് വൻ ആയുധശേഖരവും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തു. മുഷ്താഖാബാദ് മച്ചിലിലെ സെഡോരി നാലയിൽ വനപ്രദേശത്താണ് സുരക്ഷാസേന തിരച്ചിൽ നടത്തിയത്. ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തി തകർക്കുകയായിരുന്നു. 5 AK-47 തോക്കുകൾ, 8 AK-47 വെടിയുണ്ടകൾ, കൈത്തോക്കിനുള്ള വെടിയുണ്ടകൾ, 660 റൗണ്ട് AK-47 വെടിയുണ്ടകൾ, 50 റൗണ്ട് M4 വെടിയുണ്ടകൾ എന്നിവയുൾപ്പെടെ പിടിച്ചെടുത്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. മേഖലയിൽ ഭീകരപ്രവർത്തനം നടത്താൻ തീവ്രവാദികൾ തയ്യാറെടുക്കുന്നുണ്ടെന്ന വിവരം കണക്കിലെടുത്ത് നടത്തിയ തിരച്ചിലാണ് ആയുധങ്ങൾ കണ്ടെടുത്തത്. സൈന്യം നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തു. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം 3 ഭീകരരുടെ വീടുകൾ കൂടി സേന തകർത്തു. തെക്കൻ കശ്മീരിലെ പുൽവാമ, ഷോപ്പിയാൻ, കുൽഗാം ജില്ലകളിലെ 3 വീടുകൾ വെള്ളിയാഴ്ച രാത്രിയാണ് തകർത്തതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കുപ്വാമ മുറാൻ മേഖലയിലെ അഫ്സാനുൽ ഹക്ക് ഷെയ്ഖിന്റെ വീടാണ് തകർത്തത്. ഇയാൾ 2018 പാകിസ്ഥാനിൽ പരിശീലനം നേടിയെന്നും അടുത്തിടെയാണ് താഴ്വരയിലേക്ക് നുഴഞ്ഞു കയറിയതെന്നും അധികൃതർ പറഞ്ഞു. ഷോപ്പിയാൻ ജില്ലയിലെ ചോദിപ്പൊറയിൽ സമാന രീതിയിൽ ലഷ്കർ-ഇ-തോയ്ബ കമാൻഡർ ഷാഹിദ് അഹമ്മദ് കോട്ടായുടെ വീടും തകർത്തു. 3-4 വർഷമായി സജീവമായി ഷാഹിദ് നിരവധി ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ഉൾപ്പെടെ 2 ലഷ്കർ-ഇ-തോയ്ബ ഭീകരരുടെ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ച വീടുകൾ വ്യാഴാഴ്ച രാത്രി തകർത്തിരുന്നു. ഇതിനിടെ ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പലയിടത്തായി പാക് സൈന്യം വീണ്ടും വെടിവെപ്പ് നടത്തി. ഇന്ത്യൻ സേന ശക്തമായ തിരിച്ചടി നൽകി. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തുടർച്ചയായി അതിർത്തി സംഘർഷഭരിതമാണ്. വെടിവെപ്പിൽ ആളപായമില്ല. പഹൽഗാമിന് പിന്നിൽ പാകിസ്ഥാൻ, തെളിവുണ്ട് എന്ന വാർത്ത മാതൃഭൂമിയിലാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നതിന് വിശ്വസനീയമായ തെളിവ് ലഭിച്ചിട്ടുണ്ടെന്ന് ലോകരാജ്യങ്ങളെ ഇന്ത്യ ധരിപ്പിച്ചു. രഹസ്യാന്വേഷണ വൃത്തങ്ങൾ കൈമാറിയ സാങ്കേതിക തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വിവരമാണ് ഇന്ത്യ ലോകരാജ്യങ്ങളെ ബോധിപ്പിച്ചത്. ദൃക്സാക്ഷികളുടെ അടക്കം നിർണായക തെളിവുണ്ടെന്നാണ് അന്താരാഷ്ട്ര സമൂഹത്തെ ഇന്ത്യ ബോധ്യപ്പെടുത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി വിവിധ ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികളുമായി വിദേശകാര്യ മന്ത്രാലയം നടത്തിയ ആശയവിനിമയത്തിലാണ് പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ച് ഇന്ത്യ ധരിപ്പിച്ചത്. 13 ലോക നേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച് വിവരം കൈമാറി. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ നേതൃത്വത്തിൽ 30 അംബാസിഡർമാരുമായി ചർച്ച നടത്തി. ഭീകരവാദികളുടെ ഇലക്ട്രോണിക് ഒപ്പുകൾ പാകിസ്ഥാനിലെ 2 കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞുകയറി ഇന്ത്യയിലെത്തി ഒളിച്ചുപാർത്ത ഭീകരവാദികളെ കണ്ടെത്താനായിട്ടുണ്ട്. ഇവരുടെ മുൻകാല പ്രവൃത്തികളും തിരിച്ചറിഞ്ഞു. പാകിസ്ഥാനുമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തിപ്പെടുത്താനും അതുവഴി ഒറ്റപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് പിന്തുണ അറിയിച്ച ലോകരാഷ്ട്രങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി S ജയശങ്കറും നന്ദി അറിയിച്ചിട്ടുണ്ട്. വിദേശ വിനോദസഞ്ചാരികൾക്ക് ഇന്ത്യ സുരക്ഷിതമാണെന്ന് രാഷ്ട്രപ്രതിനിധികളെ ഇന്ത്യ ബോധ്യപ്പെടുത്തി. അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ആദ്യമായി പ്രതികരിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്തെത്തി. നിഷ്പക്ഷവും സുതാര്യവുമായ അന്വേഷണത്തിൽ പാകിസ്ഥാൻ തയ്യാറാണെന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. മിലിറ്ററി അക്കാദമിയിൽ സൈനികരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലി ലോകം, പ്രാർത്ഥനകളിൽ പാപ്പ എന്നാണ് മലയാള മനോരമയുടെ പ്രധാന തലക്കെട്ട്. അന്ത്യവിശ്രമം
റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചത് 4 ലക്ഷം പേർ. ദൈവത്തിനും ലോകത്തിനുമിടയിൽ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പാലം പണിത വലിയ ഇടയൻ ഇനി പ്രാർത്ഥനകളിലെ നിത്യപ്രകാശം. ആഗോള കത്തോലിക്ക സഭയുടെ ജനകീയനായ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ സംസ്കരിച്ചു. വത്തിക്കാനിൽ 9 ദിവസത്തെ ദുഃഖാചരണത്തിനും ഇതോടെ തുടക്കമായി. അന്ത്യാഞ്ജലി അർപ്പിക്കുവാനും സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാനും 4 ലക്ഷത്തോളം വിശ്വാസികളാണ് വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിലെത്തിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെ 160-ലേറെ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത സംസ്കാര ശുശ്രൂഷ ലാളിത്യത്തിന്റെ പുത്തൻ അടയാളമായി മാറി. സംസ്കാര ചടങ്ങുകൾ ലളിതമാക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേക താൽപ്പര്യമെടുത്തിരുന്നു. ചടങ്ങിൽ പങ്കെടുക്കാനായി ആയിരങ്ങൾ തലേന്ന് തന്നെ ചത്വരത്തിന്റെ വശങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിയോടെ ചത്വരം നിറഞ്ഞു. വിശ്വാസികളുടെ നീണ്ട നിര സമീപത്തെ തെരുവുകളിലേക്കും എത്തി. ദിവ്യബലിക്ക് മുന്നോടിയായി ജപമാല ചൊല്ലിത്തുടങ്ങിയതോടെ ചത്വരം ഭക്തിസാന്ദ്രമായി. അതേസമയം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ബസിലിക്കയിൽ നിന്ന് പേടകം ചത്വരത്തിലെ ബലിവേദിയിലേക്ക് കൊണ്ടുവരുന്നതിനു മുൻപ് കർദിനാളുമാർ ആദരമർപ്പിച്ച് ഇരുവരിയായി അണിനിരന്നു. തുടർന്ന് ഇവർ പേടകത്തെ അനുഗമിച്ചു. പേടകം ചത്വരത്തിലെത്തിയപ്പോൾ വൈദികർ ആദരസൂചകമായി കൈയടിച്ചു. പാപ്പ ആഗ്രഹിച്ചതുപോലെ പേടകം ഉയർത്തിവെക്കാതിരിക്കുകയെന്ന രീതി ബസിലിക്കയിലേതുപോലെ ചത്വരത്തിലും പാലിച്ചു. പേടകത്തിന് സമീപം അലങ്കാരമായി ആകെയുണ്ടായിരുന്നത് വെള്ള റോസാപ്പൂക്കൾ അടങ്ങിയ പൂച്ചെണ്ട് മാത്രം. കർദിനാൾ തിരുസംഘത്തിന്റെ തലവൻ ജിയോവാനി ബാറ്റിസ്റ്ററെ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലോകജനതയുടെ മനസ്സും ഹൃദയവും കവർന്ന മാർപ്പാപ്പയായിരുന്നുവെന്ന് കുർബാന മധ്യേ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അനുസ്മരിച്ചു. പൗരസ്ത്യ സഭകളുടെ പ്രാർത്ഥനകൾ കൂടി ഉൾപ്പെടുത്തുന്നതായിരുന്നു ശുശ്രൂഷകൾ. തുടർന്ന് പേടകം തിരികെ ബസിലിക്കയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് വലതുവശത്തുകൂടി പുറത്തിറക്കിയ ശേഷമായിരുന്നു സെന്റ് മേരി മേജർ ബസിലിക്കയിലേക്കുള്ള അവസാന യാത്ര. പുരാതന റോമൻ ചരിത്രത്തിന്റെ ഭാഗമായ കൊളോസിയം, വെനീസ് സ്ക്വയർ അടക്കമുള്ള സ്മാരകങ്ങൾക്ക് അരികിലൂടെ ഹ്രസ്വമായി നഗരം ചുറ്റി സെന്റ് മേരി മേജർ ബസിലിക്കയിലേക്ക്. അന്തിമ ചടങ്ങുകൾക്ക് കത്തോലിക്ക സഭയുടെ കാമർ ലെങ്കോയും അമേരിക്കയിൽ നിന്നുള്ള കർദിനാളുമാരായ കെവിൻ ഫാരലും മുഖ്യ കാർമ്മികരായി. ചരിത്രമായി MGS. ചരിത്ര പണ്ഡിതനും അധ്യാപകനും ICHR മുൻ ചെയർമാനുമായ ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. മലാപ്പറമ്പ് ഹൗസിംഗ് കോളനിയിലെ മൈത്രിയിൽ ഇന്നലെ രാവിലെ 9:52 അന്ത്യം. പ്രായാധിക്യം മൂലമുള്ള അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം ഇന്നലെ വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ മാവൂർ റോഡ് സ്മൃതിപഥം ശ്മശാനത്തിൽ നടത്തി. 1953 മദ്രാസ് സർവകലാശാലയിൽ നിന്നും ചരിത്രത്തിൽ 1ാം റാങ്കോടെ ബിരുദാനന്തര ബിരുദം നേടിയതോടെയാണ് മുറ്റായിൽ ഗോവിന്ദമേനോൻ ശങ്കരനാരായണൻ എന്ന MGSന്റെ വഴി ചരിത്രത്തിൻ്റേതു മാത്രമായത്. കോഴിക്കോട് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലും കേരള സർവകലാശാല കോഴിക്കോട് കേന്ദ്രത്തിലും അധ്യാപകനായിരുന്നു. 1965 കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം അധ്യാപകനും 70 വകുപ്പ് മേധാവിയുമായി. മംഗലാപുരം MG സർവകലാശാലകളിൽ UGC വിസിറ്റിംഗ് പ്രൊഫസർ, മോസ്കോ സർവകലാശാലയിൽ ഗസ്റ്റ് പ്രൊഫസർ, ലണ്ടൻ സർവകലാശാലയിൽ കോമൺവെൽത്ത് അക്കാദമിക് സ്റ്റാഫ് ഫെല്ലോ, ടോക്കിയോ സർവകലാശാലയിൽ വിസിറ്റിംഗ് റിസർച്ച് പ്രൊഫസർ തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചു. 1990 ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ അംഗവും പിന്നീട് മെമ്പർ സെക്രട്ടറിയുമായി. 92 വിരമിച്ചു. 2001 ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ ചെയർമാനായത്. കേരള ചരിത്രം സംബന്ധിച്ച് ഇതുവരെയുണ്ടായിരുന്ന ധാരണകളെയെല്ലാം തകിടം മറിച്ചതാണ് MGSന്റെ PhD പ്രബന്ധമായ പെരുമാൾസ് ഓഫ് കേരള. ഒട്ടേറെ ഗവേഷണ പ്രബന്ധങ്ങളും ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. നിലപാടുകളുടെ കണിശത കൊണ്ടും വാദങ്ങളുടെ കൃത്യത കൊണ്ടും ആരാധകരെയും വിമർശകരെയും ഒരുപോലെ സൃഷ്ടിച്ച ചരിത്രകാരനായിരുന്നു MGS. ഇടതുപക്ഷവുമായി ഇടതടവില്ലാതെ കൊമ്പുകോർക്കാൻ അദ്ദേഹം മടി കാണിച്ചില്ല. പലപ്പോഴും അത് കോളിളക്കം സൃഷ്ടിച്ച വിവാദങ്ങളിലെത്തി. ഭാര്യ പ്രേമലത, മക്കൾ N. വിജയകുമാർ, വിനയ നാരായണൻ,
ഹജ്ജ് വിമാനയാത്രാ പട്ടികയായി ആദ്യ വിമാനം മെയ് 10 കരിപ്പൂരിൽ നിന്ന് പുറപ്പെടും. കരിപ്പൂർ ഹജ്ജ് കമ്മിറ്റി മുഖേന കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളുടെ സമയപട്ടികയായി കേരളത്തിൽ നിന്നുള്ള ആദ്യ വിമാനം കരിപ്പൂരിൽ നിന്ന് മെയ് 10 പുലർച്ചെ 1:10 ജിദ്ദയിലേക്ക് പുറപ്പെടും. 31 വിമാന സർവീസുകളുണ്ടാകും. കണ്ണൂരിൽ നിന്ന് മെയ് 11 പുലർച്ചെ 4 കൊച്ചിയിൽ നിന്ന് മെയ് 16 വൈകിട്ട് 5:55 ആദ്യ വിമാനം. കണ്ണൂരിൽ നിന്ന് 29 സർവീസുകളും കൊച്ചിയിൽ നിന്ന് 21 സർവീസുകളും. കേരളത്തിൽ നിന്ന് 15,870 തീർത്ഥാടകർക്കാണ് ഇതുവരെ അവസരം ലഭിച്ചത്. മലക്കം മറിഞ്ഞ് TRF. പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കില്ലെന്ന് ലഷ്കർ-ഇ തോയ്ബയുടെ നിഴൽ സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ മലക്കം മറിച്ചിൽ. താഴ്വരയിൽ കാശ്മീരികളുടെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വന്നതിനു പിന്നാലെയാണ് നേരത്തെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത TRFന്റെ പിന്മാറ്റം. ആക്രമണത്തിൽ TRFന് പങ്കുണ്ടെന്ന് പറയുന്നത് തെറ്റാണെന്നും അതിന് പിന്നിൽ ഇന്ത്യൻ സൈബർ രംഗത്തെ വിദഗ്ധരാണെന്നും സംഘടന പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. ഇന്ത്യ പാക് 1500 വർഷമായുള്ള പ്രശ്നം. ട്രംപ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1500 വർഷത്തിലേറെയായി പ്രശ്നങ്ങളുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരുപക്ഷെ അതിൽ കൂടുതൽ കാലമായി അത് തുടങ്ങിയിട്ട്. ഇരു രാജ്യങ്ങളുടെയും നേതാക്കളെ എനിക്കറിയാം, അവരത് തീർക്കും, ട്രംപ് പറഞ്ഞു. ഇപ്പോഴുണ്ടായ ഭീകരാക്രമണം തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. PK ശ്രീമതിക്ക് പിണറായിയുടെ വിലക്ക്. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കരുതെന്ന നിർദ്ദേശം, സംഘടനാ ചുമതലകളും നൽകില്ല. കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിക്ക് അസാധാരണ വിലക്കേർപ്പെടുത്തി CPM കേരള ഘടകം. കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ കേരളത്തിലെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വ്യക്തമാക്കിയത്. മധുര പാർട്ടി കോൺഗ്രസിൽ ശ്രീമതിക്ക് പ്രായപരിധി ഇളവ് അനുവദിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കും കാശ്മീരിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമിക്കും ഇതേ ഇളവ് ലഭിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞയാഴ്ച സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേക ഇളവൊന്നും നൽകിയിട്ടില്ലെന്ന് ശ്രീമതിയോട് പിണറായി പറഞ്ഞു. എന്നാൽ ജനറൽ സെക്രട്ടറി MA ബേബിയുമായും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായും സംസാരിച്ചപ്പോൾ യോഗത്തിൽ വിലക്കൊന്നും അറിയിച്ചിരുന്നില്ലെന്ന് ശ്രീമതി മറുപടി പറഞ്ഞു. പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധിയിൽ ഇളവ് കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രമേ ബാധകമാകൂവെന്ന് പിണറായി വ്യക്തമാക്കിയതോടെ മറ്റാരും ഒന്നും പറഞ്ഞില്ല. വെള്ളിയാഴ്ചത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്രീമതി പങ്കെടുത്തില്ല. ശനിയാഴ്ച സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പ്രായപരിധി കാരണം പുറത്തായവരെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ AK ബാലനടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ പരിഗണനയിലാണ് ശ്രീമതിക്കും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവസരം നൽകിയത്. കേരളത്തിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് സംസ്ഥാനത്ത് പ്രത്യേകം ചുമതല ഏൽപ്പിക്കാറുണ്ട്. ശ്രീമതിക്ക് അത്തരമൊരു ചുമതലയും നൽകേണ്ടെന്നാണ് തീരുമാനം. ഹിന്ദുത്വയ്ക്ക് ഞങ്ങളെന്നും ശക്തരായ പ്രതിയോഗികളെന്ന് MK സ്റ്റാലിൻ. അഭിമുഖം തിങ്കളാഴ്ച പുറത്തിറങ്ങുന്ന മാധ്യമം ആഴ്ചപ്പതിപ്പിൽ. ആശയപരമായ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് തങ്ങൾ എന്നും ശക്തമായ പ്രതിയോഗികളാണെന്നും തമിഴ്നാട്ടിൽ എത്ര ശ്രമിച്ചിട്ടും BJPക്ക് ഇനിയും സാന്നിധ്യമുറപ്പിക്കാൻ ആകാത്തതിന് പിന്നിൽ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രമാണെന്നും തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ പറഞ്ഞു. തിങ്കളാഴ്ച പുറത്തിറങ്ങുന്ന മാധ്യമം ആഴ്ചപ്പതിപ്പിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. ഇന്ത്യ പാക് സംഘർഷം. ചൈനയുടെ നിലപാടെന്ത്? ഒന്നിനും മടിക്കില്ല. പാക് അനുകൂല സൈനിക ഇടപെടലിന് മുൻപ് മടിച്ചിരുന്ന ചൈനയുടെ നിലപാട് മാറ്റം വ്യക്തം. പെഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പകരമായി ഇന്ത്യ പ്രത്യാക്രമണം നടത്തുകയും അത് ഇരു രാജ്യങ്ങളും തമ്മിലൊരു സൈനിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്താൽ ചൈനയുടെ നിലപാടെന്താകും? ഇന്ത്യ പാക് പ്രശ്നങ്ങളിൽ പൊതുവെ പാകിസ്ഥാൻ അനുകൂല നിലപാടാണ് ചൈന സ്വീകരിക്കാറുള്ളതെങ്കിലും നേരിട്ട് സൈനികമായി ഇടപെട്ടിട്ടില്ല. 1947-48 ഇന്ത്യ പാക് യുദ്ധകാലത്ത് ചൈന ആഭ്യന്തര യുദ്ധത്തിന്റെ നടുവിലായിരുന്നു. 1965 യുദ്ധകാലത്ത് പാകിസ്ഥാന് അനുകൂലമായ നിലപാടെടുത്തെങ്കിലും സൈനികമായി ഇടപെട്ടില്ല. അതിന് 3 കൊല്ലം മുൻപ് ചൈനീസ് സൈന്യം ഇന്ത്യൻ അതിർത്തി ആക്രമിച്ച് ഭൂമി പിടിച്ചെടുത്തിട്ട് പോലും ഇടപെട്ടില്ല. 1971 യുദ്ധത്തിൽ ചൈന ഇടപെട്ടേക്കുമെന്ന് ഇന്ത്യക്ക് ആശങ്കയുണ്ടായിരുന്നു. അന്ന് ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായിരുന്ന സോവിയറ്റ് യൂണിയനെ ഇന്ത്യ അതറിയിച്ചതായി പറയപ്പെടുന്നു. ഒരു വൻ സൈനിക വ്യൂഹത്തെ ചൈനീസ് അതിർത്തിയിലേക്ക് സോവിയറ്റ് യൂണിയൻ അയച്ചതോടെ തങ്ങളുടെ അതിർത്തിക്ക് കാവൽ നിൽക്കാൻ ചൈനീസ് സൈന്യം നിർബന്ധിതരായി. കാർഗിൽ പോരാട്ടത്തിനു മുൻപ് പാക് സൈനിക മേധാവി പർവേസ് മുഷറഫ് ചൈന സന്ദർശിച്ചിരുന്നു. എന്നാൽ സൈനികമായി ഇടപെടാമെന്ന യാതൊരു വാഗ്ദാനവും
ചൈന നൽകിയിട്ടില്ല. സാമ്പത്തിക, സാങ്കേതിക, സൈനിക ആയുധീകരണത്തിൽ ശ്രദ്ധിച്ചിരുന്ന ചൈന അതിർത്തി രാജ്യവുമായി ഉരസലിന് തയ്യാറല്ലായിരുന്നു. ഇന്ന് അതല്ല സ്ഥിതി. അതിർത്തി രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങളിൽ സൈനികവും അല്ലാതെയുമുള്ള സമ്മർദ്ദങ്ങൾ പ്രയോഗിക്കാൻ ചൈന തയ്യാറാണ്. ഗൽവാൻ താഴ്വരയിലും ഭൂട്ടാൻ അതിർത്തിയിലും കിഴക്കൻ ലഡാക്കിലുമെല്ലാം അടുത്ത കാലത്തായി ചൈനയുടെ സൈനിക സമ്മർദ്ദം ഇന്ത്യ നേരിട്ടതാണ്. കാരക്കോറം ചുരത്തോട് ചേർന്നുള്ള പ്രദേശത്തേക്ക് പാക് സൈന്യത്തോടൊപ്പം ചൈനീസ് സൈന്യം സിവിൽ നിർമ്മാണ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നു. ഇന്ത്യൻ സൈന്യം പാക് സൈന്യവും തമ്മിൽ ഉരസലുള്ള സിയാച്ചിൻ പ്രദേശത്തോട് ചേർന്നുള്ള ചൈനീസ് നിയന്ത്രിത ഭൂമിയിൽ അടുത്ത കാലത്തായി ചൈനയുടെ സൈനിക നിർമ്മാണ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 2019 പുൽവാമ കൂട്ടക്കൊലയ്ക്ക് പകരമായി ഇന്ത്യ ബാലാകോട്ട് ഭീകരത്താവളം ബോംബിട്ട് തകർത്തതിനെ തുടർന്നാണ് ചൈനീസ് പാക് നിയന്ത്രിത ഭൂമിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. ഇവയെല്ലാം കണക്കിലെടുത്തുള്ള നടപടികളാകും ഇന്ത്യൻ നേതൃത്വത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. ഷിംല കരാർ പാക് പിന്മാറ്റം ബാധിക്കുന്നതെങ്ങനെ? നിലത്ത് മാറ്റമുണ്ടാകില്ല. പക്ഷേ രാജ്യാന്തര നയതന്ത്ര തലത്തിൽ പുതിയ വെല്ലുവിളി. പരസ്പരം അകന്നു കഴിയുന്ന ഭാര്യാഭർത്താക്കന്മാരിലൊരാൾ ബന്ധം വേർപ്പെടുത്തുകയാണെന്ന് പറഞ്ഞാൽ മറ്റേയാൾ എന്തു ചെയ്യും? ആകട്ടെ എന്നാകും പ്രതികരണം. ഷിംല കരാറിൽ നിന്ന് പിൻവാങ്ങുകയാണെന്ന പാക് പ്രഖ്യാപനത്തോടെ ഇന്ത്യയും അതേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. 1971 യുദ്ധം കഴിഞ്ഞ് ഒപ്പിട്ടതാണ് ഷിംല കരാർ. അതേക്കുറിച്ച് പറയും മുൻപ് അല്പം പശ്ചാത്തല വിവരണം ആവശ്യമാണ്. 1947 സ്വാതന്ത്ര്യത്തോടൊപ്പമുണ്ടായ രാഷ്ട്രവിഭജനത്തിൽ കാശ്മീരിൻ്റെ കാര്യം തീരുമാനിക്കാതെ വിട്ടതിനെ തുടർന്ന് അവിടേക്ക് പാകിസ്ഥാൻ സൈനികാക്രമണവും ഗോത്രവർഗക്കാരുടെ ആക്രമണവും അഴിച്ചുവിട്ടു. അതോടെ കാശ്മീരിനെ ഇന്ത്യയിൽ ലയിപ്പിച്ചുകൊണ്ട് കശ്മീർ രാജാവ് ഹരി സിംഗ് സൈനിക സഹായം ആവശ്യപ്പെട്ടു. രായ്ക്കുരാമാനം ശ്രീനഗറിലെത്തിയ ഇന്ത്യൻ സൈന്യം മാസങ്ങൾ നീണ്ട യുദ്ധത്തിൽ ജമ്മു കാശ്മീരിൻ്റെ 2/3 ഭാഗം പിടിച്ചപ്പോഴേക്കും ഐക്യരാഷ്ട്ര സംഘടന വെടിനിർത്തലിന് ഉത്തരവിട്ടു. അതോടെ നിലത്ത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇരു രാജ്യങ്ങളുടെയും ഇടയിൽ ഒരു വെടിനിർത്തൽ രേഖ രൂപം കൊണ്ടു. 1965 യുദ്ധത്തിൽ പരസ്പരം ഭൂമി അവിടെയും ഇവിടെയുമായി പിടിച്ചെടുത്തെങ്കിലും താഷ്കൻഡിൽ നടന്ന ചർച്ചയിൽ അവ വിട്ടുകൊടുത്തു. 1971 യുദ്ധത്തിലും ഏതാണ്ട് ഇതുതന്നെ സംഭവിച്ചു. എന്നാൽ 2 മാസം കഴിഞ്ഞ് 1972 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാക് പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയും ഷിംലയിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ കശ്മീരിലെ പഴയ വെടിനിർത്തൽ രേഖ ചെറിയ മാറ്റങ്ങളോടെ ഭൂപടത്തിൽ രേഖപ്പെടുത്തി. പരസ്പരം അംഗീകരിക്കാൻ ധാരണയായി. ഈ രേഖ അന്നു മുതലാണ് നിയന്ത്രണ രേഖ എന്നറിയപ്പെടുന്നത്. ഷിംല കരാറിൻ്റെ അടിസ്ഥാന രേഖയുടെ അനുബന്ധമാണ് ഈ ഭൂപടം. കാശ്മീരിൽ മാത്രമാണ് നിയന്ത്രണ രേഖ ഉള്ളത്. ഗുജറാത്തിലും രാജസ്ഥാനിലും പഞ്ചാബിലും ജമ്മുവിലും ഇന്ത്യൻ ഭൂമിയും പാക് ഭൂമിയും അതിർത്തി വേർതിരിക്കുന്നത് രാജ്യാന്തര അതിർത്തിയാണ്. ഇവിടെ സൈന്യമല്ല കാവൽ, അർദ്ധസൈനിക വിഭാഗമായ അതിർത്തി രക്ഷാസേനയാണ്. ഇവർക്ക് പീരങ്കികളോ വൻ ആയുധങ്ങളോ ഇല്ല, തോക്കും ലഘു ആയുധങ്ങളും മാത്രം. അങ്ങനെയല്ല കാശ്മീരിലെ ഇന്ത്യൻ നിയന്ത്രിത ഭൂമിയും പാക് നിയന്ത്രിത ഭൂമിയും തമ്മിൽ വേർതിരിക്കുന്ന നിയന്ത്രണ രേഖയിൽ. ഇവിടെ ഇരുവശത്തും സൈന്യമാണ് കാവൽ. ഭൂപടത്തിൽ രേഖപ്പെടുത്തി പരസ്പരം അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും നിലത്ത് രേഖപ്പെടുത്താത്തതിനാൽ ഇടയ്ക്ക് തർക്കങ്ങളുണ്ടാകും. ഇത് മുതലാക്കിയാണ് 1990കളിൽ പാക് ഭാഗത്തു നിന്ന് നുഴഞ്ഞുകയറ്റം ആരംഭിച്ചത്. എങ്കിലും ഈ രേഖ ഏകപക്ഷീയമായി മാറ്റാൻ ശ്രമിക്കരുത് എന്നാണ് കരാറിലെ അടിസ്ഥാന ധാരണ. ഈ ധാരണയുടെ കാതലായ ഉദ്ദേശം മറ്റൊന്നാണ്. ഇരു രാജ്യങ്ങളും മറുഭാഗത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള കശ്മീർ ഭൂമിയിന്മേലുള്ള അവകാശം കൈവെടിഞ്ഞിട്ടില്ല. എങ്കിലും മറുവശത്തെ ഭൂമി സൈനികമായി പിടിച്ചെടുക്കാൻ ശ്രമിക്കരുത് എന്നുകൂടിയുണ്ട്. ചുരുക്കത്തിൽ കശ്മീർ പ്രശ്നം മറ്റേതു പ്രശ്നവും പോലെ പരസ്പരം ചർച്ച ചെയ്തു വേണം പരിഹാരം കണ്ടെത്താൻ. ഈ പരിഹാര ശ്രമത്തിന് മൂന്നാം കക്ഷികളെ കൊണ്ടുവരരുതെന്നും ധാരണയുണ്ടായി. ഷിംല കരാറിൻ്റെ നിലവിലെ പ്രസക്ത ഭാഗങ്ങൾ ഇത്രയുമാണ്. 1971 യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഭൂമി വിട്ടുകൊടുക്കുക, ബംഗ്ലാദേശിനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുക തുടങ്ങിയ മറ്റു വ്യവസ്ഥകൾ അന്നേ ഇരു രാജ്യങ്ങളും പാലിച്ചതാണ്. അതിനാൽ അവ സംബന്ധിച്ച് പുതിയ പ്രശ്നങ്ങൾ ഉയരേണ്ടതില്ല. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് പിന്മാറുകയാണെന്ന പാക് പ്രഖ്യാപനം എന്തു മാറ്റമാണ് ഉണ്ടാക്കുക? തൽക്കാലം നിലത്ത് മാറ്റമൊന്നും ഉണ്ടാക്കില്ല. സൈനിക ശക്തി ഉപയോഗിച്ച് നിയന്ത്രണ രേഖ ലംഘിക്കരുതെന്ന വ്യവസ്ഥ കരാറിൽ നിന്ന് പിന്മാറാതെ തന്നെ പാകിസ്ഥാൻ പലതവണ ലംഘിച്ചതാണ്.
ഇതിലൊന്നായിരുന്നു 1999 കാർഗിൽ യുദ്ധം. എന്നാൽ പിന്മാറ്റ പ്രഖ്യാപനം രാജ്യാന്തര നയതന്ത്ര തലത്തിൽ പുതിയൊരു വെല്ലുവിളി ഉയർത്തുകയാണ്. മൂന്നാം കക്ഷികൾക്ക് കശ്മീർ തർക്കത്തിൽ ഇടപെടാൻ പാകിസ്ഥാൻ ഫലത്തിൽ അനുമതി നൽകിയിരിക്കുകയാണ്. ഇതുപയോഗിച്ച് വൻ ശക്തികൾ ഇടപെട്ടെന്ന് വരാം. നിയന്ത്രണ രേഖ ലംഘിച്ച് സൈനികാക്രമണത്തിലൂടെ മറുവശത്തെ കശ്മീർ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിക്കില്ലെന്ന ധാരണയും തകരുകയാണ്. ഇന്ത്യൻ കശ്മീരിലേക്ക് സൈനികാക്രമണം അഴിച്ചുവിടാൻ ഷിംല കരാർ ഇനി പാകിസ്ഥാന് തടസ്സമല്ല. ആ രീതിയിൽ പാക് പ്രഖ്യാപനത്തെ ഇന്ത്യക്ക് നേട്ടത്തിനായി ഉപയോഗിക്കാം. ഷിംല കരാർ പാകിസ്ഥാന് ബാധകമല്ലെങ്കിൽ നിയന്ത്രണ രേഖ ലംഘിച്ച് പാക് നിയന്ത്രിത കശ്മീരിലേക്ക് സൈനികാക്രമണം നടത്താൻ ഇന്ത്യക്കും ഇതോടെ തടസ്സമില്ല. പ്രശ്നം മറ്റൊന്നാണ്. രണ്ട് ആണവശക്തികൾ സൈനികമായി പോരാടുന്നത് അപകടകരമാണെന്ന് വാദിച്ചുകൊണ്ട് മൂന്നാം ശക്തികളോട് ഇടപെടാൻ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടെന്ന് വരാം. ഈ രീതിയിൽ പാകിസ്ഥാൻ രാജ്യാന്തര തലത്തിൽ പ്രചാരണം നടത്തുകയും ചെയ്യും. ഇന്ത്യ പാക് സംഘർഷം ഇടപെടില്ലെന്ന് ട്രംപ്. പ്രശ്നം 1000 വർഷം പഴക്കമുള്ളതെന്നും US പ്രസിഡന്റ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോഴും സംഘർഷമുള്ളതാണെന്നും അത് അവർ തമ്മിൽ പരിഹരിച്ചുകൊള്ളുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് ഇരു രാഷ്ട്ര നേതാക്കളുമായി സംസാരിക്കുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ട്രംപ്. ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ഞാൻ നല്ല അടുപ്പത്തിലാണ്. രണ്ടു നേതാക്കളെയും എനിക്കറിയാം. ഇന്ത്യ പാക് സംഘർഷം എന്നുമുള്ളതാണ്. അവരുടെ അതിർത്തിയിൽ 1500 വർഷത്തിലേറെയായി സംഘർഷമാണ്. കശ്മീരിനു വേണ്ടി അവർ 1000 വർഷമായി പോരടിക്കുന്നു. റോമിലേക്കുള്ള യാത്രയിൽ എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞു. കശ്മീർ ഭീകരാക്രമണത്തെ അപലപിച്ച് UN സുരക്ഷാ സമിതി. ജമ്മുകാശ്മീരിലെ ഭീകരാക്രമണത്തെ ശക്തമായ ഭാഷയിൽ ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി അപലപിച്ചു. നിന്ദ്യമായ ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നും ഇതിനും സഹായം നൽകിയവരെയും ആസൂത്രണം ചെയ്തവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും 15-അംഗ രക്ഷാസമിതി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. രക്ഷാസമിതിയുടെ ഈ മാസത്തെ അധ്യക്ഷപദം ഫ്രാൻസിനാണ്. UN-ലെ ഫ്രഞ്ച് അംബാസിഡറാണ് സുരക്ഷാ സമിതിക്ക് വേണ്ടി പ്രസ്താവന നൽകിയത്. US ആണ് പ്രസ്താവനയുടെ കരടുരേഖ തയ്യാറാക്കിയത്. പാകിസ്ഥാനിൽ നിന്ന് 450 ഇന്ത്യക്കാർ മടങ്ങി. വിസകൾ റദ്ദാക്കിയതോടെ പാകിസ്ഥാനിലേക്കുള്ള 450-ലേറെ ഇന്ത്യക്കാർ കഴിഞ്ഞ 3 ദിവസത്തിനിടെ വാഗ അതിർത്തി വഴി മടങ്ങി. പാകിസ്ഥാൻ സൂപ്പർ ലീഗിന്റെ ബ്രോഡ്കാസ്റ്റ് കമ്പനിയുടെ ഭാഗമായ 23 ഇന്ത്യക്കാരും ഇക്കൂട്ടത്തിൽപ്പെടും. വെള്ളിയാഴ്ച മാത്രം 300 പേരാണ് മടങ്ങിയത്. അതേസമയം ഇന്ത്യയിൽ നിന്ന് 200 പാകിസ്ഥാൻകാരും മടങ്ങി. പാക് മേഖല അടയ്ക്കാൻ വിമാന കമ്പനികൾക്ക് നിർദ്ദേശങ്ങളുമായി DGCA. പാകിസ്ഥാൻ വ്യോമമേഖല അടച്ചതോടെ നീണ്ട ബദൽ റൂട്ടുകളിലൂടെ സഞ്ചരിക്കുന്ന ഇന്ത്യൻ വിമാനങ്ങളിൽ യാത്രക്കാർക്ക് നൽകേണ്ട സൗകര്യങ്ങളെക്കുറിച്ച് വ്യോമയാന ഡയറക്ടറേറ്റ് സർക്കുലർ ഇറക്കി. റൂട്ടിലെ മാറ്റം, പുതുക്കിയ സമയം, ക്രൂ ചേഞ്ചിന് ഇന്ധനം നിറയ്ക്കാനുള്ള സ്റ്റോപ്പ് തുടങ്ങിയ വിവരങ്ങൾ യാത്രക്കാരെ മുൻകൂട്ടി അറിയിക്കണമെന്നാണ് നിർദ്ദേശം. ഇന്ധനം നിറയ്ക്കാനും ക്രൂ ചേഞ്ചിനുമുള്ള സ്റ്റോപ്പുകളിൽ യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് പുറത്തിറക്കില്ലെന്ന കാര്യം വ്യക്തമാക്കിയിരിക്കണം. ദൂരവും സമയവും കൂടുമെന്നതിനാൽ യാത്രയിലുടനീളം ഭക്ഷണവും പാനീയവും അധികമായി കരുതണം. ആവശ്യത്തിന് മെഡിക്കൽ കിറ്റുകളും കരുതണമെന്നും നിർദ്ദേശമുണ്ട്. പെഹൽഗാം, ലണ്ടനിലും പ്രതിഷേധം. ഇന്ത്യൻ പ്രതിഷേധക്കാരെ തട്ടിക്കളയുമെന്ന് പാക് ഉദ്യോഗസ്ഥൻ. പ്രതിഷേധം ലണ്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിൽ. കശ്മീരിലെ പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിനെതിരെ പ്രതിഷേധിച്ച ഇന്ത്യക്കാരും പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറിനു മുന്നിൽ സംഘടിച്ചവരും നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം വിളിച്ചു. ഹൈക്കമ്മീഷൻ കെട്ടിടത്തിന്റെ ബാൽക്കണിയിൽ നിന്ന് പാക് നയതന്ത്ര ഉദ്യോഗസ്ഥൻ ഇന്ത്യക്കാർക്ക് നേരെ ഭീഷണി ആംഗ്യം കാട്ടിയത് വിവാദമായി. 2019 പാക് വ്യോമാക്രമണം ചെറുത്തതിനു പിന്നാലെ പാക് സേനയുടെ പിടിയിലായ ഇന്ത്യൻ എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അഭിനന്ദൻ വർദ്ധമാന്റെ പടമുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടായിരുന്നു പാക് സേനയുടെ ഡിഫൻസ് അറ്റാഷെ കേണൽ തൈമൂർ റാഹത്തിന്റെ ഭീഷണി. കഴുത്തിൽ കത്തിവെച്ച് കൊല്ലുന്നതിന്റെ ആംഗ്യം കേണൽ റാഹത്ത് കാട്ടി. ജൂതവംശജനായ ചിലരും ഇന്ത്യക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒപ്പം കൂടി. പെഹൽഗാം ആക്രമണത്തെ 2023 ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണവുമായാണ് അവർ താരതമ്യപ്പെടുത്തിയത്. കനത്ത സുരക്ഷയൊരുക്കി പോലീസും രംഗത്തുണ്ടായിരുന്നു. CMRL കേസ് സേവനം നൽകിയിട്ടില്ലെന്ന് വീണ സമ്മതിച്ചതായി SFIO. തെറ്റായ പരാമർശമെന്ന് വീണയും റിയാസും.
കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധ സഹായം ഉറപ്പാക്കാൻ CMRL കമ്പനി വൻതുക ചെലവഴിച്ചെന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കുറ്റസമ്മതം നടത്തിയെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച പ്രോസിക്യൂഷൻ കംപ്ലയിന്റിൽ പരാമർശം. CMRLന് വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് ഒരു സേവനവും നൽകിയിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ടിലുള്ളത്. സേവനം നൽകിയിട്ടില്ലെന്ന് വീണ CMRL മേധാവി, എക്സാലോജിക് ജീവനക്കാർ എന്നിവരുടെ മൊഴിയിലുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വീണയുടെ കമ്പനിയെ സോഫ്റ്റ്വെയർ സേവനത്തിനായി നിയോഗിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ മറ്റൊരു കമ്പനിയെ അതേ ആവശ്യത്തിന് CMRL ചുമതലപ്പെടുത്തിയിരുന്നു. ATNA ടെക്നോളജീസ് എന്ന ഈ കമ്പനി സേവനം നൽകിയത് എക്സാലോജിക്ക് CMRL നൽകിയതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്കായിരുന്നുവെന്നും SFIO റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. അതേസമയം സേവനം നൽകിയിട്ടില്ലെന്ന് കണ്ടെത്തിയെങ്കിലും വീണയ്ക്ക് എന്തിനാണ് CMRL പണം നൽകിയത് എന്നതിനെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമില്ല. CMRLന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യയിൽ നിന്ന് 3 തവണയായി 90 ലക്ഷം രൂപ 12% പലിശയ്ക്ക് എക്സാലോജിക് വായ്പയെടുത്തതിൽ 4 ലക്ഷം രൂപ മാത്രമാണ് തിരിച്ചടച്ചതെന്ന് റിപ്പോർട്ടിലുണ്ട്. ഇതിനിടെ SFIO റിപ്പോർട്ടിന്റെ പകർപ്പ് വാങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2000-ഓളം പേജുള്ള മൊഴി പകർപ്പിനായി വീണ്ടും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സേവനമില്ലാതെ പണം കൈപ്പറ്റിയെന്ന് റിപ്പോർട്ടിലുള്ള സാഹചര്യത്തിൽ വീണയ്ക്കും കമ്പനിക്കുമെതിരെ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ് അറിയിച്ചു. 1000-ലേറെ ബംഗ്ലാദേശ് പൗരന്മാരെ ഗുജറാത്തിൽ പിടികൂടി. അഹമ്മദാബാദ്. ഗുജറാത്തിൽ അഹമ്മദാബാദ്, സൂറത്ത് നഗരങ്ങളിൽ അനധികൃതമായി താമസിച്ചിരുന്ന 1000-ലേറെ ബംഗ്ലാദേശ് പൗരന്മാരെ പിടികൂടി. ഇവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു. 890 പേരെ അഹമ്മദാബാദിലും 134 പേരെ സൂറത്തിലുമാണ് കണ്ടെത്തിയത്. കേന്ദ്ര സർക്കാരിൻ്റെയും BSFിൻ്റെയും സഹായത്തോടെ ഇവരെ തിരിച്ചയക്കുമെന്ന് പോലീസ് അറിയിച്ചു. ബംഗാളിൽ നിന്നാണ് ഇവർ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ സംഘടിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഹൈബ്രിഡ് കഞ്ചാവ് വിദേശത്തേക്ക് കടത്താൻ ശ്രമം. യുവാവ് അറസ്റ്റിൽ. പിടിച്ചെടുത്തത് 5 കോടി രൂപ വില വരുന്ന ലഹരി വസ്തു. കൊച്ചിയിൽ നിന്ന് വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ച 5.5 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി യുവാവ് വിമാനത്താവളത്തിൽ പിടിയിൽ. കഞ്ചാവിന് 5.5 കോടിയോളം രൂപ വില വരുമെന്ന് കണക്കാക്കുന്നു. മലപ്പുറം സ്വദേശി ഷിബു 38 വയസ്സാണ് പിടിയിലായത്. ഇന്നലെ പുലർച്ചെ റാസൽ ഖൈമയിലേക്ക് ഇൻഡിഗോ വിമാനത്തിൽ പോകാൻ എത്തിയതാണ് ഇയാൾ. ചെക്കിൻ ബാഗേജിനുള്ളിൽ ഭക്ഷ്യവസ്തുക്കളുടെ പാക്കറ്റുകളിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു കഞ്ചാവ്. 12 പാക്കുകളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. രഹസ്യ വിവരം ലഭിച്ചതനുസരിച്ച് കസ്റ്റംസ് പ്രിവൻറ്റീവ് വിഭാഗം ഉദ്യോഗസ്ഥർ എത്തിയാണ് വിമാനത്താവളത്തിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത്. അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയ ഷിബുവിനെ റിമാൻഡ് ചെയ്തു. തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിലേക്ക് കടത്തുകയായിരുന്നു പതിവ്. അത്തരത്തിൽ കേരളത്തിലെത്തിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് കൊച്ചി കേന്ദ്രീകരിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. സരിന് പദവി നൽകാൻ CPM, ഒഴിവ് നികത്താതെ കോൺഗ്രസ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയാകാൻ കോൺഗ്രസ് വിട്ട P. സരിനെ സർക്കാർ പദ്ധതിയുടെ തലപ്പത്തിൽ നിയോഗിക്കാൻ CPM ഒരുങ്ങുമ്പോഴും സരിൻ ഒഴിഞ്ഞ ചുമതലയിൽ പകരക്കാരനെ വയ്ക്കാതെ കോൺഗ്രസ്. നവംബറിൽ രാജിവെക്കുമ്പോൾ KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനറായിരുന്നു സരിൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോഴും പ്രൊഫഷണലായ ഡിജിറ്റൽ മീഡിയ സംവിധാനമോ മുഴുവൻ സമയ ചുമതലക്കാരനോ KPCCക്കില്ല. കഴിഞ്ഞ KPCC യോഗത്തിൽ നിലവിലെ ഡിജിറ്റൽ മീഡിയ സെല്ലിനെ ഉടച്ചു വാർക്കണമെന്ന് കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി നിർദ്ദേശിച്ചിരുന്നു. സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ ടാസ്ക് ഫോഴ്സ് എന്നതാണ് ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ഘടന. മണ്ഡലം വരെ സെൽ വ്യാപിപ്പിക്കാനുള്ള പദ്ധതിയും നടന്നില്ല. സരിൻ കൺവീനറായിരിക്കെ സെല്ലിലെ ഭാരവാഹികൾ തമ്മിലുണ്ടായ ചേരിതിരിവും ഇതിന് കാരണമായി. VT ബൽറാം ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാൻ എന്ന നിലയ്ക്ക് ഇടപെടുന്നുണ്ടെങ്കിലും KPCC വൈസ് പ്രസിഡന്റ് എന്ന ഉത്തരവാദിത്തമുണ്ട്. ദീപദാസ് മുൻഷി കൂടി വിമർശിച്ചതോടെ ഡിജിറ്റൽ മീഡിയ സെൽ പ്രൊഫഷണലായി പുനഃസംഘടിപ്പിക്കാനുള്ള ആലോചന പാർട്ടി നേതൃത്വത്തിൽ തുടങ്ങി. ഇപ്പോൾ സജീവ പാർട്ടി പ്രവർത്തകർ മാത്രമാണ് ഈ സംവിധാനത്തിൻ്റെ ഭാഗം. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം MV നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് CPM തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡിജിറ്റൽ മീഡിയ പ്രവർത്തനം നടത്തുന്നത്. CPM അനുഭാവികളായ പുറമേ നിന്നുള്ള പ്രൊഫഷണലുകളും ഇതിൻ്റെ ഭാഗമാണ്. ഇതേ രീതിയിൽ തലപ്പത്ത് യുവനേതാക്കളെ നിയോഗിച്ച് പ്രൊഫഷണൽ ടീം രൂപീകരിക്കാനാണ് കോൺഗ്രസ് ആലോചന. AICCയുടെ അനുവാദം കൂടി തേടും.
ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു. ഇനി നാളെ. നന്ദി, നമസ്കാരം.